ഹലോ, GIB എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരുള്ള GIB സെന്ററിലാണ്. നമുക്കറിയാം, പുതിയ പാറ്റേണിൽ കുട്ടികൾ ആദ്യമായിട്ടാണ് ജെയ് മോഡൽ എക്സാം എഴുതുന്നത്. അപ്പൊ അങ്ങനെ ജെയ് മോഡൽ എക്സാം എഴുതുന്ന നമ്മുടെ ധീര ബാച്ചിലെ ഒരു സുന്ദരൻ എന്റെ കൂടെയുണ്ട്. പേര് നവനീത് കേശവ്. ഓക്കെ, എങ്ങനെയുണ്ട് മോനെ എക്സാം? എക്സാം നല്ല സൂപ്പറായിരുന്നു. അത് നമ്മളിന്ന് പിന്നെ യൂട്യൂബില് സൊല്യൂഷൻ ഉണ്ടോ പഠിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് ടഫ് ആയിരുന്നു. പിന്നെ മാത്സില് ഡിഫറൻഷിയേഷന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. ഡിഫറൻഷിയേഷൻ വന്നിട്ടില്ല അല്ലെ? പിന്നെ ഇന്റഗ്രൽസ് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇന്റഗ്രൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല അങ്ങനെ ആയിരിക്കും. നമ്മുടെ പിന്നെ ഒറിജിനൽ ജെയ് എക്സാം ഒരുപാട് ഷിഫ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ചില ചാപ്റ്ററിന് കുറച്ച് എന്തുണ്ടാവും, പിന്നെ ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടാവും അല്ലെ. ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് കുറവുണ്ടാവും. നമ്മൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യലാണ്. എങ്ങനെയായിരുന്നു മാത്സ്? എങ്ങനെ ഉണ്ടായിരുന്നു? ടൈമിന്റെ പ്രശ്നമല്ല, എളുപ്പമായിരുന്നു. മാത്സ് ഒക്കെ ക്ലാസ് ഒക്കെ റെഗുലർ ആയിട്ട് കണ്ടുകൊണ്ട് അന്ന് തന്നെ എഴുതിയോണ്ട് തന്നെ പേപ്പർ കാണുമ്പോ ആ ഇത് കിട്ടുള്ളൂ. അത് വരെ ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവും. ഒരു പേടി ഉണ്ടായിരുന്നു പേപ്പർ കാണുമ്പോ തന്നെ വന്നു. അല്ല, പുതിയ പാറ്റേൺ അല്ലേ ഇപ്പം നമ്മളെ NVT ക്വസ്റ്റ്യൻസ് കുറച്ചല്ലോ. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? വലിയ ടഫ് ആയിട്ട് തോന്നില്ല. എന്തായാലും സ്മാർട്ട് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുള്ളൂ. കുറച്ച് ബുദ്ധിക്കളി. പിന്നെ ഫുൾ എഴുതണ്ടില്ലല്ലോ, പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പാറ്റേൺ ചേഞ്ച് ആയപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആദ്യം ഇപ്പൊ 10 ക്വസ്റ്റ്യൻസ് മറ്റേ ചെയ്യാൻ കഴിയുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചോയ്സ് ഇല്ലാത്തൊരു ഇതുമായി കുഴപ്പമില്ല. എല്ലാവർക്കും ഒരേ മാതിരി ആയിരിക്കുമല്ലോ. അതെ, അതാണ് ആ സ്പിരിറ്റ് ആണ് വേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഒരേ മാതിരി ആയിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. പിന്നെ നമുക്ക് അത് അടിപൊളിയായിട്ട് അത് പ്രാക്ടീസ് ടാക്കിൾ ചെയ്യണം അല്ലെ. എക്സാം അടിപൊളിയായിരുന്നു. അത് കെമിസ്ട്രി നല്ല സിമ്പിൾ ആയിരുന്നു. മാത്സ് കുറച്ച് ടഫ് ആയിരുന്നു. അതൊന്ന് നന്നായിട്ട് പഠിച്ചാൽ ശരിയാവുന്നതാണ് എന്റെ ഒരു. ഫിസിക്സും കുഴപ്പമില്ലായിരുന്നു. മാത്സ് കുറച്ച് ടഫ് ആയിരുന്നു. കെമിസ്ട്രി സിമ്പിൾ ആയിരുന്നു. കഴിഞ്ഞ തവണ സെക്ഷൻ ബിയില് 10 ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ, 5 എഴുതി. 5 തന്നെ എഴുതണം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടൊരു എന്തുകൊണ്ട് പേടിയുണ്ടോ? പേടിയല്ല, അതുകൊണ്ട് അറിയുന്ന 5 എഴുതണം എന്നുള്ളതായിരുന്നു സാറിനെ ചെയ്തത്. 5 തന്നെ എഴുതാം. അതെ, ഓക്കെ. ഞാൻ എക്സാം ഫിയറുള്ള ഒരാളാണ് പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സാം എഴുതുന്നോണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ള കാര്യം. ഇങ്ങനെ GIBs ഒക്കെ വെക്കുന്നോണ്ട് തന്നെ അത് ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത്? ഓൾമോസ്റ്റ് 50+ അറ്റൻഡ് ചെയ്തു അല്ലെ. നല്ല അറ്റൻഡിങ് ആണ്. അത് ശരിയായിരിക്കും അല്ലേ? അതെ അല്ലെ. അല്ല, അത് അതെ അല്ലെ. അല്ല, നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്താലും സ്റ്റിൽ നമുക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? എറർ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ എക്സാം കഴിഞ്ഞാൽ വെറുതെ പേപ്പർ മീൻസ് അത് കളയരുത്. നമുക്ക് അതിന്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അത് കറക്റ്റ് കണ്ടിട്ട് എന്താണ് എറർ എന്ന് മനസ്സിലാക്കണം. പുതിയ പാറ്റേൺ ഇപ്പൊ ക്വസ്റ്റ്യൻ ചുരുക്കിയോണ്ട് ഒരു ക്വസ്റ്റ്യനില് ചെലവാക്കുള്ള ടൈം കൂടും. അതുകൊണ്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യന് നല്ലോണം ഒന്ന് ചെയ്യാനുള്ളൊരു കിട്ടും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നത്. അതായത് ക്വസ്റ്റ്യൻ എണ്ണം കുറഞ്ഞുകൊണ്ട് പെർ ക്വസ്റ്റ്യൻ ടൈം കിട്ടുന്നത് അല്ലെ. പെർ ക്വസ്റ്റ്യൻ പിന്നെ വായിക്കാനുള്ള അത് ഇതാക്കാനുള്ള ടൈം കൂടുതൽ കിട്ടും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ടാണ് കാണുന്നത് അല്ലെ. യെസ്, യു ആർ മൈ മാൻ. അപ്പം അത് പോസിറ്റീവ് തന്നെയാണ് അല്ലെ. നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവ് പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ അവസാനം 10 ക്വസ്റ്റ്യനും ബാക്കിയിട്ട് അത് 70 ചെയ്യേണ്ടി വരും. അപ്പൊ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് മറ്റേ ചെയ്യാൻ തോന്നുന്നത് അല്ലെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിർബന്ധമായും നമ്മൾ എന്താ ചെയ്യണം? ചെയ്തിരിക്കണം എന്ന് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് പുതിയ പാറ്റേൺ വന്നത് കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവും അല്ലെ. അതൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ തോന്നിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, അങ്ങനെ തന്നെയാണ് സൈലം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് എക്സാം വരും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കും. ഓക്കെ, താങ്ക് യു നവനീത് കേശവ്.